ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാൻ റീസെൻ്റായിട്ട് ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഔട്ട്ഫിറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 മാസത്തിന് മുന്നേ ഞാൻ എൻ്റെ ചെറിയ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി എനിക്ക് ഇടാൻ പറ്റാത്തതിന് കാരണം അതിൻ്റെ കുറേ കാര്യങ്ങൾ കാരണം ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഫുള്ളായിട്ട് ഔട്ട്ഫിറ്റിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി അങ്ങോട്ട് അത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഔട്ട്ഫിറ്റ് വന്നിട്ട് ആലിയ ഭട്ട് റീസെൻ്റായിട്ട് കുറേ മുമ്പ് ഒരു ഗുജി ഇവൻറ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇട്ടിരുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. ഈ ഒരു എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഹോളൊക്കെ ഉള്ള ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് എലഗൻ്റായിട്ടും അറ്റ് ദ സെയിം ടൈം ഈസി ആയിട്ടും തോന്നി. സോ അത് കൊണ്ടിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മെറ്റീരിയലൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ എടുക്കുന്നത്, കാരണം വൺ ടൈം യൂസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുന്നത്. സോ അപ്പം മെറ്റീരിയൽ നോക്കിയ സമയത്ത് ഫസ്റ്റ് ബ്ലാക്കും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇന്നറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പിങ്ക് കളർ ഷെയ്ഡിലുള്ളൊരു മെറ്റീരിയലാണ് വേണ്ടത്. അപ്പം ബ്ലാക്ക് വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഹാർഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഷിഫോണും റയോണുമാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ റയോണാണ് കുറച്ചും കൂടെ ഒരു മെറ്റീരിയൽ വൈസ് അതിനകത്ത് കാണുന്നതിനോട് കുറച്ചും കൂടെ മാച്ച് ആവുന്നത്. പിന്നെ ഈ ഒരു ഷിഫോൺ ആ ഇന്നറായിട്ട് യൂസ് ചെയ്തിട്ടില്ലേ, അത് ഒരു ഈ ഒരു ഷിഫോൺ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടും കൂടെ ഓരോന്നും 2 മീറ്റർ വീതമായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ ഞാൻ വേറെ മെറ്റീരിയൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് ഇത് തന്നെ മതിയെന്ന് തോന്നി. കാരണം ആ ഒരു ഏകദേശം അതിനോട് മാച്ചാവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ്. എന്നിട്ടും എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് എന്തെങ്കിലും കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വേണ്ട, ഇത് അത്രയും കൊണ്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതിനകത്താണ് ഇനി നമ്മുടെ ഫുൾ കലാപരിപാടികളൊക്കെ മുന്നോട്ടുള്ളത്. സോ അപ്പം മെറ്റീരിയലെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് ചില്ലറയും ചില്ലുവാനും എഫേർട്ടല്ല ഇതിന് വേണ്ട, നല്ല എഫേർട്ട് വേണം. കാരണം ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഫസ്റ്റ് തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ഒരു ഔട്ടർ പോർഷൻ മാത്രം ഇതുപോലെ എൻ്റെ അളവിന് കട്ട് ചെയ്ത് അടുത്തുള്ള ഇങ്ങനെ കട്ട് ചെയ്യാൻ ടൈലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്, ഔട്ടർ പോർഷൻ ആ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ മാത്രം. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അളവിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുത്തു. ഈ ഫസ്റ്റ് പോർഷൻ കട്ട് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് ഹോൾ ഇടണം. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണുവാണെങ്കിൽ തന്നെ മനസ്സിലാവും, അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഒരു ഹോളാണ്. അപ്പോൾ ഹോൾ ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ആക്രിലിക് പെയിൻറ്റിൻ്റെ ഈ ഒരു അടപ്പുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ലിഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സർക്കിള് ആ ഒരു പെയിൻറ്റ് കൊണ്ട് തന്നെ ഒന്ന് അതിനകത്തോട്ട് ആ ഒരു ലിഡിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്തപ്പം കറക്റ്റ് സർക്കിൾ തന്നെ കിട്ടി. പിന്നെ അത് നമുക്ക് മുറിച്ചെടുക്കണം. എന്താണ് ഇനി ഇത് കട്ട് ചെയ്ത് ആ ഒരു പോർഷൻ മാത്രം, ആ റൗണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ ശരിക്കുള്ള മെഷീൻ എൻ്റെ കയ്യിലില്ല. സോ അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിങ്ങനെ അണച്ച് കളയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു തിരി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഞാൻ വളരെ എളുപ്പം എന്ന് വിചാരിച്ച സാധനം ഇത്രയും ദിവസം നീണ്ടു പോകുമെന്ന് വിചാരിച്ചില്ല. ആ ഒരു റൗണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ മാത്രം. പക്ഷേ രസമാണ് കേട്ടോ, അതിങ്ങനെ മുറിച്ച് പോകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ എൻ്റെ ആ ഒരു ചന്ദനത്തിരിയുടെ ഒക്കെ ഒരു സ്മെല്ലിങ്ങനെ എപ്പോഴും അടിക്കുന്നുണ്ട്, തല ഇങ്ങനെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ.
അങ്ങനെ നമ്മളൊരു 4 ദിവസം എടുത്തു ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇച്ചിരി പാടുള്ള പണിയൊന്നും, പക്ഷേ നമുക്ക് ആ ഒരു ഡെഡിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റോൺസ് ഒട്ടിക്കുക എന്നുള്ളത്. അതായത് ഇതേപോലത്തെ ഈ ഒരു സ്റ്റോൺസ് നമുക്ക് ഈ ഒരു സ്റ്റേഷനറി ഇങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം 10 ml 20 രൂപയായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഒരു 50 രൂപയ്ക്കൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൂ വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ ഗ്ലൂ തന്നെയാണ്. ഫസ്റ്റ് ഞാനിത് നമ്മുടെ കൈ കൊണ്ടാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കുഞ്ഞു സ്റ്റോണല്ലേ, അപ്പോൾ അത്രയും ഒട്ടിച്ച് വരുമ്പം ഒരുപാട് ടൈം എടുക്കും. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്, എന്തെങ്കിലും ഇതുപോലെ സേഫ്റ്റി പിന്നെടുത്ത് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ഇങ്ങനെ പശയൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു സ്റ്റോൺസിനെ കളക്ട് ചെയ്ത് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒട്ടിച്ച് തീരാം. അങ്ങനെ ഞാനൊരു 2 ദിവസം കൊണ്ടൊക്കെ ഏകദേശം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽ തയ്ക്കാത്തതുകൊണ്ട് ആ ഒരു പോർഷനിലുള്ള ഭാഗത്തോ മാത്രം ഞാൻ ഒട്ടിക്കാതെ വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഷേപ്പ് അടിക്കുന്ന സ്ഥലത്തൊക്കെ, കാരണം ഇത് മെറ്റീരിയൽ മാത്രം നമ്മൾ മുറിച്ചെടുത്തതേ ഉണ്ടായിട്ടുള്ളായിരുന്നു, തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് നമ്മളത് തയ്ക്കുന്നത്. അപ്പോൾ ഒരു 2 ദിവസം എടുത്ത് ഞാൻ സ്റ്റോൺ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽസ് എല്ലാം അതിൻ്റെ രീതിയിൽ തയ്ച്ച് നേരെയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെറ്റിക്കോട്ട് പോലെ ഈ ഒരു ഇന്നർ മെറ്റീരിയൽ തയ്ക്കണം. പിന്നെ നമ്മൾ ആ സ്റ്റോൺ ഒട്ടിച്ച മെറ്റീരിയലും നമുക്ക് കറക്റ്റ് രീതിയിൽ തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കൊടുത്തപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇന്നർ പോർഷൻ്റെ ആ ഒരു അളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കൊടുക്കുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്കാരി അത് നല്ല രീതിയിൽ ഞാൻ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു. അതേ രീതിയിൽ തയ്ച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയും കൂടെ കുറച്ച് പോർഷനും കൂടെ സ്റ്റോൺ ഒട്ടിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. നമുക്ക് തയ്യൽ കൊടുക്കുന്ന ഭാഗത്ത് കുറച്ച് സ്റ്റോൺ ഒട്ടിക്കാനുള്ള ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ചെറിയ സ്ലീവ്ലെസ് അല്ലാതെ ചെറിയൊരു കുഞ്ഞൊരു സ്ലീവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സിന്. എനിക്ക് കുറച്ച് സ്ലീവ് വെച്ച് തയ്ക്കാതെ സ്ലീവ് ഇല്ലാതിരുന്ന് എനിക്ക് കുറച്ച് അൺകംഫർട്ടബിളാണെന്ന് തോന്നിയിട്ട് ഞാൻ സ്ലീവ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് നോക്കുമ്പം കാണാം. അപ്പം ഞാൻ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി സ്റ്റോണൊക്കെ ഒട്ടിക്കുന്നതും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഈ ഒരു ഡ്രസ്സും വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുന്ന ഒരു 2-3 മാസത്തിന് ശേഷമാണ്. ബിക്കോസ് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഞാനിത് നമ്മളൊന്ന് വാളിനകത്തൊന്ന് ഹാങ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടുന്നുണ്ട്. സോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്കറിയത്തുള്ളൂ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.